മലയാള സിനിമ കണ്ട എക്കാലത്തെയും സസ്പെൻസ് ത്രില്ലർ ദൃശ്യം. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ചിത്രത്തിന്റെ 3-ാം ഭാഗവും പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. തുടർച്ചയായി 100 കോടി ക്ലബിൽ കയറിയ ഈ ചിത്രം 2-ാം ഭാഗത്തിലും 3-ാം ഭാഗത്തിലും തീരില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ ഈ ദൃശ്യത്തിന്റെ 25-ാം ഭാഗം അവതരിപ്പിക്കുകയാണ്. ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് എത്ര മേക്കപ്പ് ചെയ്തിട്ടും ഒരു സാദൃശ്യവും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തട്ടിക്കൂട്ടുന്നു. അദൃശ്യം 25. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പക്ഷെ എൻ്റെ കുടുംബത്തിൽ ഇമ്പമല്ല ഉണ്ടായത്, ഭൂകമ്പമാണ് ഉണ്ടായത്. ക്ഷണിക്കപ്പെടാതെ വന്നൊരു അതിഥി വരുൺ. അയാളെ എങ്ങോട്ടൊന്നില്ലാത്ത ലോകത്തേക്ക് ഞാൻ പറഞ്ഞയച്ചു. ജോർജ് കുട്ടി കുറ്റം സമ്മതിച്ചേ, ജോർജ് കുട്ടി കുറ്റം സമ്മതിച്ചേ, ജോർജ് കുട്ടി കുറ്റം സമ്മതിച്ചേ എന്നൊക്കെയാണ് എൻ്റെ വായിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാനത് പറയില്ല. കാരണം ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. പിന്നെ അതിഥിയെ എങ്ങോട്ടോ പറഞ്ഞു വിട്ടെന്ന് നിങ്ങൾ പറഞ്ഞതാ? അതിഥിയെ കാണണമെങ്കിൽ വാവാ സുരേഷിനോട് ചോദിക്കണം. എനിക്കറിയില്ല അതിഥി ഒന്നും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ദൃശ്യം 1-ാം ഭാഗം കഴിഞ്ഞു, 2-ാം ഭാഗം കഴിഞ്ഞു, 3-ാം ഭാഗം കഴിഞ്ഞു, ഇപ്പതാ 25-ലെത്തി നിൽക്കുകയാണ്. വയസ്സായി, വയ്യ. ആദ്യത്തെ ഭാഗത്തിലെ എല്ലാം പറഞ്ഞ് ജയിലിൽ കീഴടങ്ങിയിരുന്നെങ്കിൽ ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങാൻ പാടുന്നു. ഇപ്പോ 4 പരോളും കിട്ടിപ്പോയേനെ. ഈ വയസ്സാം കാലത്ത് വിട്ട് ദ്രോഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞ് എന്ത് ചെയ്യല്ലേ? ജീവിക്കാൻ അനുവദിക്കണം പ്ലീസ്. അതെ, എന്റെ ഭാര്യ റാണി വരുന്നു. ഇനി ആരെ തലക്കടിച്ച് കൊന്നിട്ടാണോ വരുന്നത്? അതെ, അകത്ത് മുഴുവനും നോക്കി ടോർച്ച് കൂട്ടി ജോർജ് കാണുന്നില്ല. തുടക്കത്തിലെ പാളി എന്താ പറഞ്ഞേ? അത് മാറിപ്പോയതാ, ജോർജ് കുട്ടി ടോർച്ച് കാണുന്നില്ലാന്ന്. അമിതമായ ഭയവും ടെൻഷനും നമ്മളെ കുഴി കൊണ്ട് ചാടിക്കും. അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ശ്രദ്ധിച്ച് വേണം പറയാൻ. കാരണം എന്തെങ്കിലും കിട്ടാൻ അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സെറ്റിപ്പോരുത്. ജോർജ് കുട്ടിക്ക് ഇപ്പൊ സെറ്റിപ്പോയി. എനിക്കും സെറ്റി, നിനക്കും സെറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെറ്റി പോയിരിക്കാം. ആ സെറ്റിലിരിക്കണവര് മുഴുവനും തെറ്റിക്കല. എന്നാ പിന്നെ നമുക്ക് ആ റൂട്ടിൽ പോണ്ട, ഈ റൂട്ടിൽ പിടിക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അതെ, മൺവെട്ടിയുടെ കയ്യിലെന്താ ജോർജ് കുട്ടി? കൗണ്ടറിലല്ലേ, തെറ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മൺവെട്ടിയുടെ കയ്യിൽ ജോർജ് കുട്ടി എന്നല്ല പറയേണ്ടത്. ജോർജ് കുട്ടിയുടെ കയ്യിൽ എന്താ സോപ്പ് പെട്ടി. എന്ത് പെട്ടി? ശവപ്പെട്ടി. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അമ്മയും മോള് ഓരോന്ന് കാണിച്ചു കൂട്ടും, കുഴിയെടുത്ത് മുഴുവൻ ഞാൻ. മനസ്സിലായോ? ജോർജ് കുട്ടി അതുകൊണ്ടല്ല, ജോർജ് കുട്ടിയുടെ കയ്യിൽ ഈ മൺവെട്ടി കാണുമ്പോ എനിക്ക് ടെൻഷൻ. അതുകൊണ്ടാ. എല്ലാം കുടുംബത്തിന് വേണ്ടിയല്ലേ ചെയ്തത്. ഇപ്പൊ ഒരു കാര്യം അറിയോ, ദിവസം 3 കുഴിയെടുത്തില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. മരുന്ന് കഴിക്കുമ്പോഴേ ഞാൻ കുഴിയെടുക്കുന്നത്. രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, രാത്രി ആഹാരത്തിന് മുന്നേ ഒന്ന്. അതെന്താ ആഹാരത്തിന് ശേഷം എടുക്കാത്ത? ആഹാരം കഴിച്ചെടുത്താൽ കുനിയാൻ പറ്റില്ല. കാര്യം മനസ്സിലാക്കണം. ഓരോരുത്തർക്കും അടിച്ച് കൊന്നിട്ടാ മതി. കുഴിച്ചു പോകുന്നത് ഞാനാണ്. ഒരു കാര്യം ഞാൻ പറയാം, ആൾക്കാർ തിരിച്ചും മറിച്ചും തിരിച്ചും കുടിച്ച് ഹരിച്ചും ചോദിക്കും. ഒന്നും മാറ്റി പറയരുത്. ഓഗസ്റ്റ് 2-ാം തീയതി നമ്മൾ ഇവിടെ പോയിരിക്കായിരുന്നു, പാറമേക്കാവി പൂരം കാണാൻ. ഇപ്പൊ ജയിലിൽ കയറ്റി അടങ്ങുമല്ലേ? അങ്ങനെയല്ല പറയേണ്ടത്. പാറപ്പറ്റയിൽ പൊങ്കാലയ്ക്ക് പോയി. അത് അങ്ങനല്ലല്ലോ, പാറപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിന്നല്ലേ? അപ്പൊ അറിയാം, അറിഞ്ഞു വെച്ചും കൊണ്ട് നമ്മൾ ഇട്ടിങ്ങനെ വിട്ടുകയാണ്. ഒരു ജീവിതമേ ഉള്ളൂ. ഇത്രത്തോളമൊക്കെ ആയി. എല്ലാരും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കൊള്ളാം. അല്ല, കയ്യിലെന്താ? മീന. 5 പൈസയുടെ ഫിഗർ ഇല്ലെങ്കിലും ആ പേര് പറയാൻ കാണിച്ച മനസ്സാണ് ഞാനിപ്പോൾ അംഗീകരിക്കുന്നത്. അതല്ല, എന്റെ കയ്യിൽ മീനാണെന്ന്. ബില്ലുണ്ടല്ലോ അല്ലേ? ബില്ല? പിന്നെ ബില്ല് വേണം. എനിക്ക് എല്ലാ കാര്യത്തിനും ബില്ല് വേണം. ഒന്നാമത് മൂത്രം ഒഴിക്കാൻ പോയപ്പോൾ ബില്ല് വാങ്ങിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനത്തെ ഒരു ബില്ലനാണ് ഞാൻ. എനിക്ക് ബില്ല് കിട്ടിയേ പറ്റൂ. എന്റെ ജോർജ് കുട്ടി സൈക്കിളിന് മീൻ വിൽക്കാൻ വരുന്നവന്റെ കയ്യിൽ എവിടെന്നാ ബില്ല്? അതൊന്നും എനിക്ക് അറിയണ്ട. ബില്ല് കിട്ടിയേ പറ്റൂ. സൈക്കിളിനെ ബെല്ലും ബ്രേക്കും ഇല്ല, പിന്നെയാണ് ബില്ല്. എന്താ ഒരു കാര്യം ചെയ്യ്, ബില്ലില്ലാത്ത ഈ മീൻ നമുക്ക് കൊണ്ട് കുഴിച്ചിടാം. എന്തോ നിങ്ങൾ കുഴിച്ചിടുന്നോ അതോ ഞാൻ ഒലക്കെടുക്കണോ? വേണ്ട, കറി വെച്ച് കഴിക്കാം. ജോർജ് കുട്ടി ആര് വരുന്നുണ്ട്? ജോർജ് കുട്ടി
കാര്യം ചെയ്യാം. ആര് വന്നാലും തിരിച്ചും മറിച്ചും ഗണിച്ച് കുരിച്ച് മാത്രമേ പറയാവൂ കേട്ടോ. അങ്ങനെ പറയാവൂ. ഓഗസ്റ്റ് 2 പാറേപ്പള്ളിയിൽ പാറേപ്പള്ളി ധ്യാനം കേട്ടോ. ഓക്കെ, ജോർജ് കുട്ടി ചായോ. പേടിക്കണ്ട കേട്ടോ. മാറിയിട്ടില്ല, ഇത് ജോർജ് കുട്ടിയുടെ വീട് തന്നെയാ. അല്ല, ജോർജ് കുട്ടിയുടെ വീട്ടില് ജോസഫിലെ ജോജു എന്തിനു വന്നിരിക്കുന്നത്? ജോർജ് കുട്ടി നീയാണ് പാട്ട് മാറ്റിയിട്ട് ഒന്നാട് മോഹൻലാലിന്റെ ഫിഗറുകളെ പിടിച്ചിങ്ങനെ പാട്ട് എനിക്കറിയാം. നമ്മുടെ നീ കളി ഇത്. അല്ല, പെട്ടെന്ന് കണ്ടപ്പോ മറന്നുപോയി, അതുകൊണ്ടാ. ജോർജ് കുട്ടി ബാക്കി പറ. എന്റെ മോളുടെ കാര്യം എന്തായി? അല്ല, ജോർജ് കുട്ടി ചായ ഒരു കാര്യം മനസ്സിലാക്കണം. ആ മകൾക്ക് ഇപ്പോ 20 വയസ്സല്ല, അല്ല 40-45 വയസ്സ് കഴിഞ്ഞു. അതെ. അതുകൊണ്ട് ഈ കല്യാണ കാര്യം പറയുമ്പം ആരൊക്കെ ഇവിടുന്ന് ഫോൺ വിളിച്ച് മുടക്കുന്നുണ്ടെന്ന്. ഞങ്ങളുടെ മോളെ കെട്ടിയെടുക്കാനായിട്ട് അല്ല, കെട്ടിച്ച് വിടാനായിട്ട് ആരും സമ്മതിക്കില്ലല്ലേ? എന്ത് ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത്, നടക്കാവിന്ന് വന്ന ആലോചന നടക്കൂല. അത് നടക്കാവിന്ന് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു നടക്കൂലെന്ന്. പേടിക്കണ്ട, മണ്ണാർക്കാട്ടിൽ നിന്ന് വേറൊരു ആലോചന വന്നിട്ടുണ്ട്. ഓ, അതെങ്കിലും മടർന്നാ മതിയായിരുന്നു. എങ്ങനെയാണ് റാണി തന്നു വിടുന്നോ അതോ ഞാൻ കൊണ്ടുപോണോ എന്ത് ഈ മണർക്കാട് കോമഡി കുഴിച്ചിടാനായിട്ട്? ഇതാകുമ്പോ നമുക്ക് ഈ ഫ്ലോറിൽ തന്നെ അങ്ങ് തീരും, ടെലികാസ്റ്റ് പോകില്ല. അല്ലല്ല, കുഴിച്ചിടരുത്, ജനങ്ങൾ കാണണം. എന്നിട്ട് ഈ റാണി ഏറിക്കിടന്ന് പറക്കണം, എനിക്ക് കാണണം. എന്നാ പറ്റേ ബാക്കി കാര്യങ്ങൾ പറയൂ. അല്ല, അല്ല, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചുറ്റില് ശത്രുക്കളുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മുടെ വാഴത്തോട്ടത്തിൽ ആരോ വന്നു പോകുന്നുണ്ട് ജോജൂട്ടി. റാണി, അതല്ല, ഇളയ മോളുടെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒന്ന് പരിശോധിക്കണം. അവൾ ആളത്ര ശരിയൊന്നും അല്ല. അവൾ ആരെങ്കിലും വിളിച്ച് കയറ്റി കഴിഞ്ഞാ നീ വന്ന് തലക്കടിക്കും. ഞാനല്ലേ കുഴിച്ചിടാൻ. അതുകൊണ്ട് മക്കൾക്ക് ഒരു സമാധാനം തരണം. ഒരു ജീവിതമേ ഉള്ളൂ. എത്രാത്തും പറഞ്ഞ കുഴിയെടുത്ത് ജീവിക്കുന്നത്. അല്ല ജോർജ് കുട്ടി ചായ, ആരുടെ തലക്കടിക്കും കുഴിച്ചിടും? അതൊക്കെ വേറെ കാര്യങ്ങൾ. മോൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. അല്ല, ഈ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഫിലിം പ്രൊഡ്യൂസർ ഒക്കെ അല്ലേ, ഒരു CCTV വെക്കണം. നമുക്ക് CCTV വെക്കാൻ പറ്റില്ല. ജിത്തു ജോസഫ് സമ്മതിക്കില്ല. കാര്യം ടെസ്റ്റ് ഉണ്ടേ, ടെസ്റ്റ്. ഓക്കെ. അല്ല, മോളെ പുറത്തോട്ടൊന്നും കണ്ടില്ല, എവിടെ പോയി? മോള് അമ്മയുമായിട്ട് ചെറിയൊരു പ്രശ്നത്തിൽ. അമ്മയുമായിട്ട് എന്ത് പ്രശ്നം? അമ്മയും മോളും ആവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഇതാണ് ആൾക്കാരുടെ കുഴപ്പം. ആരുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ ചേല അല്ലേ? അല്ലേ ചേച്ചി? ഓക്കെ, അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. എന്നാ പിന്നെ മോൻ പോവില്ലേ? അല്ലല്ല, ജോർജ് കുട്ടി ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആരോ വരുന്നുണ്ട്, ഞാൻ കുഴി എടുക്കാം. അല്ലേ? അയ്യോ, അതാ പ്രഭാകരൻ സാറാണെന്നാ തോന്നണേ. അയ്യോ, ഏത് പ്രഭാകരൻ? വരുൺ പ്രഭാകരന്റെ അച്ഛനെ. ഗീതാ പ്രഭാകരന്റെ ഭർത്താവോ? തിരിച്ചു പറിച്ചു. ഓഗസ്റ്റ് 2. അധികാരത്തിന് ഗർവോ തിളക്കം ഇല്ലാതെ ഒരു മകന് വേണ്ടി കരഞ്ഞു ജീവിക്കുന്ന ആളാണ് എന്റെ ഗീത. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നറിയാം, ക്ഷമിക്കണം കേട്ടോ. ഒരു സത്യം എനിക്കറിയണം, ആരാണ് വരുൺ പ്രഭാകരന്റെ അച്ഛൻ? വരുൺ പ്രഭാകരന്റെ അച്ഛനാ? ഞാൻ ശബ്ദം വിളിച്ചപ്പോ തെറ്റിപ്പോയി കഴിയുന്നു. എന്റെ വരുണ് എന്താണ് സംഭവിച്ചത്? എന്റെ പൊന്ന് സാറേ, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ദൃശ്യം 1, 2, 3 ഒക്കെ വന്ന് ഇതല്ലേ ചോദിച്ചോണ്ടിരുന്നത്? അങ്ങിയാളോ പറയൂല, ചോദിക്കണം. നിങ്ങൾക്കെങ്കിലും ഇത്തിരി നാണക്കേടില്ലേ? ഞാൻ ഇത്രയും നാളും ആഫ്രിക്കയിലായിരുന്നു. അല്ല, അമേരിക്കയിലെ ബന്ധുക്കളെ കൂടെ ഇല്ലായിരുന്നോ? അധികാരത്തിന്റെ ഗർവം. അത് പറഞ്ഞ അടുത്ത പറ. അതായത് അമേരിക്ക ചെല്ലുമ്പോൾ അവിടുത്തെ ഓരോ കോളിംബെല്ലും എന്റെ മകന്റെ ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നാറ്. അവൾക്ക് വരനെ കാണുമ്പോൾ തോന്നുമ്പോൾ ഞാൻ പുറത്ത് പോയി കോളിംബെല്ലടിക്കും. എനിക്ക് വരനെ കാണാൻ തോന്നുമ്പോൾ അവൾ പോയി കോളിംബെല്ലടിക്കും. അങ്ങനെ കോളിംബെല്ലടിച്ചടിച്ച് ആ കോളിംബെല്ലടിച്ചു പോയി. പിന്നെ അവര് കോളിംബെല്ല് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരടിച്ചിറക്കി. അങ്ങനെ ആഫ്രിക്കയിൽ വന്നു. ആഫ്രിക്കയിൽ കോളിംഗ് ബെല്ല് അടിക്കൂലേ? ഇല്ല, അവിടെ ഓല ഷെഡാണ്, കറണ്ട് ഇല്ല. സൈക്കിളിന്റെ ബെല്ലല്ലേ, അടുത്തിട്ട് കിണിങ്ങിനെ നടിക്കും. കറക്റ്റാ കേട്ടാ. ഒരു പുള്ളിക്ക് ബില്ലും ഒരു പുള്ളിക്ക് ബെല്ലും. അയ്യോ, അത് പറഞ്ഞപ്പോ മറന്നുപോയി. വന്നപ്പോ മറന്നുപോയ സംഭവം. അച്ചായ, ഇത് ഞാൻ ഓട്ടോയിൽ വന്ന ബില്ല്. ഓക്കെ. ഇത് ഞാൻ ഫുഡ് കഴിച്ചതിന്റെ ബില്ല്. ഓക്കെ. പിന്നെ ഈ ബില്ല് ഭാര്യ തരാൻ പറഞ്ഞു. ഇതെന്ത് ബില്ലാണ്? കറണ്ടിന്റെ ബില്ല്. കറണ്ട് ബില്ല് എന്തിനായിട്ട് തന്നെ? അല്ല, ഭാര്യ പറഞ്ഞ ചേട്ടൻ ബില്ല് ശേഖരിക്കുമല്ലേ, ചിലപ്പോ വീട്ടിൽ ശേഖരിക്കുമ്പോ ഇതങ്ങ് അടച്ചാലാന്ന്. ഓക്കെ, എല്ലാ ബില്ലും ഞാൻ അടയ്ക്കാം. ഞാനൊരു ബില്ലിനാണ്. ഒരു ബില്ലുമതിയൻ.
അധികാരത്തിന്റെ ഗർവം. ഞാൻ ചോദിക്കണം, വേറെ ഒരു ഡയലോഗും നിങ്ങൾക്കില്ലേ? എന്റെ വരുണിന് എന്തു പറ്റി? ശ്വാസം മുട്ടിപ്പോയോ? എന്ത് പറ്റി വരുണിന്? അല്ല ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഈ പുള്ളി ആഫ്രിക്കയിൽ നിന്നൊക്കെ വളരെ കഷ്ടപ്പെട്ടു വരും. ഇനി വിസ കിട്ടൂല, മരച്ച് നോക്കിയാണ് ഈ 25 നമുക്ക് തീർക്കാം. ആ പയ്യൻ എന്ത് പറ്റിയെന്നൊന്ന് പറയണം പ്ലീസ്. എനിക്കും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നമുക്ക് 25 നിർത്താം. എന്റെ അരുണിന് എന്താണ് പറ്റിയത്? എന്റെ ഗർഭാസി സാശാരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുമല്ലേ ഒരാളെ. സത്യം പറഞ്ഞ വരുൺ പ്രഭാകറിന്റെ തലയ്ക്കല്ല അടി കിട്ടിയത്, ഇങ്ങനെ തലയ്ക്ക് അങ്ങനെ അടി കിട്ടിയത്. കിളിയും പറഞ്ഞങ്ങ് നടക്കുക. ഗീതാ പ്രഭാകറിന്റെ ഭർത്താവ് വന്നേക്കും. നിങ്ങൾ വലിയ മനുഷ്യനാണ്. അത് വേറൊന്നുമല്ല, ആഫ്രിക്കയിൽ നിന്നപ്പോ കിഴങ്ങ് കൂട്ടി വളർന്നു. 2 ദിവസം ഡേറ്റ് ചെയ്ത് ശരിയാവും. അതല്ല, നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും ഞങ്ങൾക്കില്ല. അത് ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടാണ്. നിങ്ങളുടെ മകൻ എന്ത് പറ്റിയെന്ന് ഞാൻ പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. ഓഗസ്റ്റ് 2-ാം തീയതി മഴയുള്ള രാത്രിയിൽ നിങ്ങളുടെ മകൻ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥിയായി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ കപ്പയും മീനും ഉണ്ടായി കൊടുക്കണം, അതാണ് ബെസ്റ്റ്. അങ്ങനെ വന്ന് കയറിയപ്പോൾ അവൻ റൂമിനകത്തേക്ക് കയറി. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിയെന്ന് എനിക്കാണ്. അമ്പലത്തിലെ ഘോഷയാത്ര പോകുമ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. അല്ല, ഈ സംഭവം നമ്മൾ രണ്ടുപേരും കേട്ടിട്ടില്ല. ഒരു വട്ടം കൂടി ഒന്ന് പറയാമോ? ഒരു വട്ടം കൂടെ ഈ വരുണിന് ഒന്നും പറഞ്ഞേ. എനിക്കിന്ന് വീണ്ടും അത് പറയാൻ താല്പര്യമില്ല. എന്റെ ഭാര്യ റാണി പറയും. പറയൂ റാണി. അന്ന് ഓഗസ്റ്റ് 2-ാം തീയതി നല്ല മഴയുള്ള രാത്രി നിങ്ങളുടെ മകൻ വരുൺ എന്റെ മകളെ കാണാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. രണ്ടാമതും എനിക്കാണ് തെറ്റ് പറ്റിയത്. വെടിക്കെട്ട് നടക്കുമ്പോൾ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊന്നും ചോദിച്ചാൽ അവൻ സത്യം പറയില്ല. ജോർജ് കുട്ടി, സത്യം പറയണം. ഒരുപാട് പിടിച്ചാൽ ഫിഗർ വിട്ടാവും കേട്ടോ. നീ ആ വരുണിനെ എവിടെ കൊണ്ടടാ കുഴിച്ചു മൂടിയത്? സത്യം പറഞ്ഞില്ലേ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടും. താൻ ആരാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഞാനോ? കോൺസ്റ്റബിൾ സുമേഷ്, കോൺസ്റ്റബിൾ സഹദേവന്റെ മരുമകൻ. ടിച്ച് ടിച്ച് ടിച്ച്. അതുകൊണ്ട് ജോർജ് കുട്ടി സത്യം പറഞ്ഞേ. ഞാനല്ല ജോർജ് കുട്ടി, ഞാൻ പ്രഭാകരൻ. അതാണ് ജോർജ് കുട്ടി. അല്ല, ഈ ടിസ്റ്റ് ടിസ്റ്റ് പറഞ്ഞപ്പോ ഒരു ചുമ വന്നില്ലേ? കിളി പോയി, അതുകൊണ്ടാ. എവിടെ ജോർജ് കുട്ടി? എടാ ജോർജ് കുട്ടി, വരുൺ പ്രഭാകരൻ നീ എവിടെയാ കൊണ്ടുപോയി കുഴിച്ചു മൂടിയത്? പറയണം. നിങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ പോലീസാണെന്ന്. അടുത്ത കഥയും കൊണ്ടുവന്ന് വെറും 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല നിനക്കെന്നും നീ പോലീസുകാരനേക്കാളും ഭയങ്കര ബുദ്ധിയാണെന്നൊക്കെ നാട്ടുകാരെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുമല്ലേ. പക്ഷെ എനിക്കതിൽ വിശ്വാസമില്ല. നിനക്ക് എങ്ങനെ മനസ്സിലായടാ ഞാൻ പോലീസുകാരനല്ലത്? എങ്ങനെ മനസ്സിലായി? അത് നീ ആദ്യം പറ. ഈ മുണ്ടെടുത്തിട്ട് പോലീസിന്റെ ഷൂട്ട് വന്നു കഴിഞ്ഞാൽ അറിയില്ല. ലോജിക് കേട്ടോ മോനെ, ലോജിക്ക് നോക്കണം. എന്റെ വരുണിന് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഇതുവരെ പോയില്ലായിരുന്നോ? ഇല്ല, ഇത് മുഴിപ്പിക്കണ്ടേ? എന്റെ പ്രൊഫസറെ എല്ലാം പൊളിഞ്ഞു, ഷൂ പൊളിച്ച്. ഞാനൊരു കാര്യം പറയാം. നമുക്ക് നീ ഇവരോട് വലിച്ചു നീട്ടണ്ട. ഇതിൽ നിർത്താം. അതെ, 25 മതി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൃശ്യത്തിന്റെ ഓരോ ഭാഗം ഇറങ്ങുമ്പോഴും പ്രേക്ഷകർ ഇത് കൈ നീട്ടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 100 കോടി ക്ലബിൽ കയറുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നത്? അതുകൊണ്ട് ദൃശ്യത്തിന്റെ 50-ാം ഭാഗത്തിലെങ്കിലും ഞാനിത് പറയാൻ ശ്രമിക്കാം. അതുവരെ നിങ്ങളെല്ലാവരും സഹകരിച്ചേ പറ്റൂ. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. എന്റെ വരുണിനെ നിങ്ങൾ കൊന്നു എന്ന് എനിക്കറിയാം. പക്ഷെ അവനെ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്? എല്ലാം മുകളിലിരിക്കുന്നവനറിയാം. പ്രഭാകരൻ സാറേ, ക്ലൂ കിട്ടി. എന്ന് ക്ലൂ ആണ് കിട്ടിയത്? നിങ്ങളെ വരുൺ പ്രഭാകരനെ എവിടെയാണ് കൊണ്ടുപോയി കുഴിച്ചിട്ടേക്കുന്നെന്ന് ജോർജ് കുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ക്ലൂ കിട്ടി. എങ്ങനെ? മുകളിലെന്ന് പറഞ്ഞില്ലേ, ചൊവ്വയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇന്ന് മുതൽ പോലീസിന്റെ അന്വേഷണം ചൊവ്വാഗ്രഹത്തിലേക്ക്. ഇതുപോലുള്ള പോലീസുകാരുണ്ടെങ്കിൽ ദൃശ്യം ഇനിയും തുടരും.
ദൃശ്യം 26 ഇനി ചൊവ്വാഗ്രഹത്തിലേക്ക്.